ഒരു ഡയറക്ടർ 6 ഫിലിംസ് ചെയ്തു. ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 6 ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് തന്റെ 6ാമത്തെ ചിത്രം ഫ്ലോപ്പ് ആയിരുന്നു. ടോട്ടലി 6 ഫിലിംസ് ചെയ്തതിൽ ഒരു ഫിലിം പൊട്ടിപ്പോയ ഒരു ഡയറക്ടറിനെ ഓവർ റേറ്റഡ് ആക്കിയ ഓഡിയൻസ് ഉണ്ട്. ആദ്യമായിട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തന്നെ ഒരു കാരണം ഉണ്ടാക്കി തന്ന, മലയാളത്തിൽ വീഡിയോസ് ചെയ്യുന്ന ഞാൻ പോലും ഈ ഒരു ചാനൽ തുടങ്ങിയെടുത്തതിന്റെ സ്റ്റാർട്ടിംഗ് ബേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ടറിന്റെ വീഡിയോസ് ചെയ്തുകൊണ്ടാണ്. അയാൾ കെട്ടി ഉയർത്തി വെച്ചിരുന്ന LCU എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം തകർന്നടിഞ്ഞു എന്ന് പറയുന്നവരും പൊക്കി പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നവര് നെക്സ്റ്റ് ഡേ തൊട്ട് നേരെ തിരിച്ചും പറയാൻ തുടങ്ങി. നമ്മുടെ മോളിവുഡിലും ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. പലരും ഫിലിം എടുക്കുന്നുണ്ട്, പല സിനിമകൾ പൊട്ടിപ്പോകുന്നുണ്ട്, അടുപ്പിച്ച് തന്നെ ഒരുപാട് സിനിമകൾ പൊട്ടിപ്പോകുന്നുണ്ട്. ഒരുപാട് ഡയറക്ടേഴ്സ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഫിലിംസ് എടുക്കുന്നു, പൊട്ടിപ്പോകുന്നു, അടുത്തത് എടുക്കുന്നു, ചിലപ്പോൾ ഹിറ്റ് ആവുന്നു, ചിലപ്പോൾ ഫ്ലോപ്പ് ആവുന്നു. പക്ഷേ ഈ ഒരു ഡയറക്ടറിന് മാത്രം അടുപ്പിച്ച് ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററും മാത്രം തന്നുകൊണ്ടിരുന്ന ഒരു ഡയറക്ടർ ആദ്യമായിട്ടൊരു ഫ്ലോപ്പ് തന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം മെൻഷൻ ചെയ്തത്. ഞാൻ വേറെ ആരെക്കുറിച്ചും അല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോയിനകത്ത് നമ്മൾ 2 സെക്ഷനായിട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷനകത്ത് AA23, 2 എന്ന് പറയുന്നത് LCU ഡ്രോപ്പ് ആയോ. ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ ഒരു വീഡിയോയിനകത്ത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്ന ഒരു ഫിലിം മേക്കറിൽ നിന്ന് മാത്രമുള്ള ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയാം. AA23 ലോകേഷ് കൂലി എന്ന ഫിലിം എടുത്ത് ഫ്ലോപ്പ് ആയി, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന സിനിമ ഇങ്ങനെ ഒരു സിനിമ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാസ്റ്റ് വെച്ചൊരു ഫിലിം ആയിരിക്കും എന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ റൂമേഴ്സ് പല ആക്ടേഴ്സിനെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു അനൗൺസ്മെന്റ് ടീസറിനകത്ത് ലോകേഷിൻ്റെ കൂലിയിലും മറ്റ് റീസെൻറ്റ് ഫിലിംസിലും ഉള്ളതുപോലെ തന്നെ മിസ്ലീഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ലോകേഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈറ്റിൽ ടീസറിനകത്ത് കാണിച്ചിരിക്കുന്ന ആനിമേഷൻ ഫുള്ളും അനിമൽ മെറ്റഫർ, അതായത് അതിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ലോകേഷിൻ്റെ റീസെൻറ്റ് ഫിലിംസുമായി കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അനിമൽ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലോകേഷ് ഫിലിം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ LCU ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻ ഈ ഒരു ടൈറ്റിൽ ടീസർ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സിനിമയും LCUയിലുള്ളതാണ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയാതെ തന്നെ അയാൾക്ക് തോട്ട് വരും. വേറെ ഏത് ഡയറക്ടർ ഈഗിളിനെ യൂസ് ചെയ്താലും നോ പ്രോബ്ലം. പക്ഷേ ലോകേഷ് കനകരാജ് ഈഗിളിൻ്റെ റെഫറൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ആദ്യം വിക്രം സിനിമയിലേക്ക് പോകും, പിന്നെ ഒരു ലയൺ, അത് നേരെ ലിയോ ഫിലിമിലേക്ക് പോകും, പിന്നെ ഹൈന, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പുതുതായിട്ട് കുതിരയും ഒക്കെ ഉണ്ട്, കുറേ അനിമൽ മെറ്റഫർ സംഭവങ്ങൾ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് LCUമായിട്ട് കണക്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 100% ആ സിനിമയെ ഇപ്പം തന്നെ LCUവിൽ നമ്മൾ കണക്ട് ചെയ്യും. ഞാൻ എന്തായാലും ഈ ഒരു സിനിമ LCUവിലുള്ള സിനിമയാണോ അല്ലയോ എന്നുള്ള രീതിയിൽ എന്തായാലും ഇനി വീഡിയോ ചെയ്യില്ല. ഞാൻ ചെയ്യുന്നെങ്കിൽ പോലും ഇതൊരു ഇൻഡിവിജ്വൽ സിനിമ ആയിട്ട് ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. കൂലിയുടെ കാര്യത്തിലും ഇതേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്ന സമയത്ത് തന്നെ മനസ്സിലായി ഇതൊരു LCU ഫിലിം ആയിരിക്കുമോ അല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അത് അവർ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നമ്മളെ മിസ്ലീഡ് ചെയ്തു. പക്ഷേ ഈ സിനിമയും ഇതുപോലെ തന്നെ കുറേ അനിമലും കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റിൽ ടീസറൊക്കെ കൊടുത്ത് ഈ ഒരു സിനിമ ലിയോ 2വിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്ന് വരെ ഇപ്പോൾ ഓൾറെഡി ഇത് വന്നിട്ടുണ്ട്. അത് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പല എലമെൻറ്റുമാണ്. ആ ഒരു ലയൻ ആയാലും ഹൈന ആയാലും മറ്റു കാര്യങ്ങളും, സൂര്യ വെച്ച് ചെയ്യാതിരുന്ന ഇരുമ്പുകൈ മായാവി എന്ന് പറഞ്ഞ ഫിലിം, അതുപോലെ തന്നെ അമീർ ഖാനെ വെച്ച് ചെയ്യാനിരുന്ന ഫിലിം, ഇതിന് രണ്ടിൻ്റെയും സ്ക്രിപ്റ്റ് ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സും ഉണ്ടായിരുന്നു. ഇനി ആ ഒരു സ്ക്രിപ്റ്റ് ആണോ ലോകേഷ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. ഈ 2026 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു ടീസർ വഴി അവർ പറയുന്നത്. അത് വാട്ടവർ എന്തൊക്കെയാവട്ടെ, ലോകേഷ് കൂലിക്ക് ശേഷം എടുത്തിരിക്കുന്ന ഡിസിഷൻ കൈദി 2 ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു LCU ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരം ഫിലിം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഹാപ്പി ആയിരിക്കാം. പക്ഷേ അതൊരു ഓഡിയൻ എന്ന നിലയ്ക്കാണ്. നേരെ മറിച്ച് അതൊരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് ലോകേഷിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂലി പോലെ ഒരു ഫ്ലോപ്പ് സിനിമ ചെയ്തതിന് ശേഷം ഇത്രയും ഫിലിംസ് കണക്ട് ചെയ്തിരിക്കുന്ന കൈദി 2 പോലൊരു സിനിമ, അതും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സിനിമ, ലോകേഷ് ഈ ഒരു ഫ്ലോപ്പ് സിനിമയ്ക്ക് ശേഷം ഇത്രയും ഹെയ്റ്റും നെഗറ്റീവ് നിൽക്കുന്ന സമയത്ത് പോയി എടുത്ത് ഇൻ കേസ് ആ ഒരു റിസ്ക് ലോകേഷ് എടുത്ത് അത് ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഒരു നോർമൽ ഓഡിയൻ എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാവും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത്. രണ്ടാമത്തെ സെക്ഷൻ LCU എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് ലോകേഷ് ഡ്രോപ്പ് ചെയ്തോ. കൈദി 2 എന്ന ഫിലിമാണ് നമ്മളെല്ലാവരും മോസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത സിനിമ.
കാരണം കൈദി എന്ന് പറയുന്ന ലോകേഷ് ചെയ്ത ഫിലിംസിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് ഇന്നും എല്ലാവരും പറയുന്ന എനിക്കും ആ സിനിമ തന്നെയാണ് ലോകേഷ് ചെയ്തതിൽ ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ആ ഒരു സിനിമയ്ക്ക് വലിയ കിടിലം ഭയങ്കര കാസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, അതൊരു ചെറിയൊരു സിനിമയാണ്. പക്ഷേ ആ ഒരു സിനിമ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ലോകേഷ് ചെയ്തു വച്ചിരിക്കുന്ന എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ തട്ട് കുറച്ച് മുകളിലാണ്. മറ്റു സിനിമകളിലെല്ലാം മേക്കിംഗ് വൈസ് ലോകേഷ് കുറേ കൂടി ഇമ്പ്രൂവ് ആയെങ്കിൽ പോലും ആ ഒരു കൈദി എന്ന സിനിമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന പ്ലോട്ടായാലും അതിൻ്റെ മേക്കിംഗ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇതുമായിട്ടൊന്നും ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിനിമയിലെ രണ്ടാം പാർട്ടായിട്ടുള്ള ഒരു കൈദി 2, അതും ഈ പറയുന്ന എല്ലാ LCUലും കൂടെ കണക്റ്റായി ഇതെല്ലാവരും അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ ഒരു ഹ്യൂജ് സിനിമ ചെയ്യാൻ വേണ്ടി കൈദി 2 എന്ന സിനിമ ചെയ്യാനിരിക്കുന്ന ലോകേഷ് കൂലി പോലൊരു അത്രയും ഫ്ലോപ്പായിപ്പോയി ഒരു സിനിമ ചെയ്തതിന് ശേഷം ഉടനെ ഈ ഒരു സിനിമയാണ് ലോകേഷ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻ കേസ് ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൈദി എന്ന സിനിമയെ ഒരുപാട് ഒഴുത്തി വെച്ചിട്ടുണ്ട്, അതിനുശേഷം വന്ന ഒരു സിനിമയും കൈദിയുടെ മുകളിൽ ലോകേഷിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഈ സിനിമയും കൈദിയുടെ കുറച്ച് താഴെയെങ്കിലും വന്നു പോയാൽ പോലും ഈ കൂലി കണ്ടു വന്ന ഹേറ്റേഴ്സ്, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ഇപ്പോൾ ലോകേഷ് ഓവർ റേറ്റഡ് ആണെന്ന് പറയുന്ന ടീംസ്, ആ ഒരു കൈദി എന്ന സിനിമയ്ക്കും നെഗറ്റീവ് വരും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ലോകേഷ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 10 സിനിമയെ ചെയ്യൂ, ഞാൻ അത് കഴിഞ്ഞ് പോകുമെന്നുള്ളത്. അത് തൻ്റെ 7ാമത്തെ സിനിമയായിട്ടുള്ള കൈദി 2 തന്നെ തിരിച്ചു പോകേണ്ട ഒരു ഗതി വന്നേനെ. ഇനിയിപ്പോൾ ഈ ഒരു സിനിമ അല്ലു അർജുൻ വെച്ചുള്ള ആ ഒരു സിനിമ എടുത്തു, അത് ഫ്ലോപ്പ് ആവണമെങ്കിൽ നോ പ്രോബ്ലം. ലോകേഷിൻ്റെ മറ്റ് സിനിമകൾ, അതായത് LCUയിൽ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു സിനിമകളിലും അത് അഫക്റ്റ് ചെയ്യില്ല. അതേസമയം കൈദി 2 ആണ് എടുത്ത് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ കൈദി മാത്രമല്ല, ഈ യൂണിവേഴ്സുമായി കണക്റ്റ് ആവാൻ കിടക്കുന്ന പല സിനിമകളും ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമയും കൂടിയുണ്ട്, ബെൻസ്. അപ്പോൾ ഈ സിനിമകളെ എല്ലാം അത് ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. മെയിനായിട്ടും ലോകേഷ് എടുത്ത ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഈ ഒരു സിനിമ കൈദി 2 ഇപ്പം എടുക്കാതിരുന്നത്. ഈ ഒരു അല്ലു അർജുൻ സിനിമയിലാണ് നമ്മൾ ലോകേഷിൻ്റെ കംബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വയ്ക്കുക. ലോകേഷിൻ്റെ ബ്രില്യൻസ് സൈഡ് വെച്ച് നമ്മൾ ചിന്തിക്കുക. ഈ സിനിമ ഒരു നോർമൽ ഹിറ്റ് ആവില്ല എന്തായാലും. കാരണം ഇതിലെ ആക്ടർ എന്ന് പറയുന്നത് അല്ലു അർജുനാണ്. പുഷ്പ എന്ന് പറയുന്ന ഇത്രയും നെഗറ്റീവ് കിട്ടിയ ഒരു സിനിമ അടിച്ച് കൂട്ടിയ റെക്കോർഡുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലോകേഷിനെ പോലൊരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഒരു സിനിമ എങ്ങനെ പോയാലും ഫ്ലോപ്പ് എന്നുള്ള പട്ടികയിൽ പെടില്ല. കണ്ടൻറ് വൈസ് മോശമായാൽ പോലും അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ മാർക്കറ്റ് വെച്ച് ഈ ഒരു സിനിമ ഏത് ലെവലിൽ ചെന്ന് നിൽക്കുമെന്നുള്ളത് ഒന്ന് ഊഹിച്ച് നോക്കിയാൽ കിട്ടും. അതുപോലെ തന്നെ ലോകേഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് കിടപ്പുണ്ട്. അത് പലരും ഓവർ റേറ്റഡ് ആണെന്ന് പറഞ്ഞ് താഴ്ത്തിയാലും ആ ഒരു ബ്രാൻഡിൻ്റെ പവർ നമ്മൾ ഇതിനു മുമ്പ് കുറേ കണ്ടതാണ്. അതിൻ്റെ കൂടെ ഇനി പോസിറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ രണ്ടുപേരുടെ മാർക്കറ്റും ആ ഒരു സിനിമയുടെ ഹൈപ്പും ഇതെല്ലാം കൂടെ വെച്ച് എങ്ങനെയായിരിക്കും ആ സിനിമയുടെ റിസൾട്ട് എന്നുള്ളത്. ഈ ഒരു സിനിമയുടെ സക്സസ്സിന് ശേഷം ലോകേഷ് സമാധാനമായിട്ട് ഒരു പോസ്റ്റിംഗ് ഇടുന്നു, നെക്സ്റ്റ് പടം കൈദി 2 ആണെന്നുള്ളത്. ആ ഒരു കൈദി 2 കിട്ടാൻ പോകുന്ന ഒരു ഓഡിയൻസും അതുപോലെ തന്നെ മറ്റ് LCU ഫാൻസിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും എല്ലാം കൂടെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ സിനിമ ചെയ്യുന്നതോടുകൂടി ലോകേഷിൻ്റെ ആ ഒരു സ്കെയിൽ വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ഓഡിയൻസും കൂടി കൈദി 2 വരും. ചുരുക്കി പറഞ്ഞാൽ ലോകേഷ് LCU എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ കറക്റ്റായിട്ട് സേഫാക്കി വെക്കാൻ തന്നെയാണ് നെക്സ്റ്റ് ഫിലിമായിട്ട് കൈദി 2 ചെയ്യാത്തത്. പിന്നെ പല ഇതും വന്നിട്ടുണ്ടായിരുന്നു. കൈദി 2 ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ലോകേഷ് ചോദിച്ച ഒരു സാലറി അത് കുറച്ച് കൂടുതലായിരുന്നു, അത് അവർ പ്രൊഡക്ഷൻ ഹൗസിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. ആ ഒരു സിനിമ അന്ന് ചെയ്യുന്ന സമയത്ത് ഓക്കെ അവർ ചിന്തിച്ചില്ല ഈ സിനിമ ഇത്രയും വലിയ ലെവലിലാവും എന്നുള്ള രീതിയിലൊന്നും ചിന്തിച്ചില്ല. ഇത്രയും സിനിമകൾ ചെയ്ത് ഇത്രയും പവർഫുള്ളായ ഒരു ബ്രാൻഡായി നിൽക്കുന്ന സമയത്ത് ലോകേഷ് ചോദിക്കുന്ന ഒരു സാലറി അത് കൊടുക്കാൻ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് മെയിനായിട്ടും ബാധ്യസ്ഥരാണ്. പിന്നെ ഇത് കാർത്തികയും സൂര്യയുടെയും റിലേഷനിലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ എന്തായാലും 2 ആക്ടേഴ്സും ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെട്ടവരാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിനകത്തുള്ളവരാണ്. റോളക്സ് ആയിട്ടും ദില്ലി ആയിട്ടും അവർ 2 പേരും ഇതിനകത്തുള്ളതാണ്. ഈ ഒരു യൂണിവേഴ്സ് ഇനി മുന്നോട്ട് നീങ്ങണം എന്നുള്ളത് അവരെയും കൂടി ആവശ്യമാണ്, പ്രത്യേകിച്ച് സൂര്യയുടെ ആവശ്യം കൂടിയാണ്. കാരണം ഇനി സൂര്യയുടെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവരും ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ലോകേഷ് റോളക്സ് എന്ന ടൈറ്റിലിട്ട് ഒരു സിനിമ ഇറക്കിയാൽ മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് സംഭവിക്കുകയുള്ളൂ. എവിടെയോ റോളക്സിന് മുകളിൽ ഇതുവരെ ഒരു ക്യാരക്ടറിനെയും സൂര്യയ്ക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അത് ലോകേഷിനെ കൊണ്ടേ പറ്റൂ. അവർ തന്നെ തീരുമാനമെടുത്ത് ഈ പറയുന്ന എമൗണ്ട് സാലറി കൊടുത്ത് ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും LCU എന്ന് പറയുന്നത് വീണ്ടും ഓണാവും. ഇപ്പം ഞാൻ പറഞ്ഞതൊന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ
ലോകേഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് കൂലി എന്ന് പറയുന്ന വൻ ഫ്ലോപ്പിന് ശേഷം അടുത്തൊരു സിനിമ എടുക്കാൻ പോകുന്നു എന്നുള്ളത് കൈദി 2 സെലക്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ കൈദി 2 സേഫ് ആക്കി വെച്ചുകൊണ്ട് അല്ലു അർജുനെ കൊണ്ടൊരു സിനിമ ചെയ്ത് അതൊരു ഗ്യാരണ്ടീഡ് ആക്കുക, അതായത് സക്സസ് ഗ്യാരണ്ടി ആക്കുക. ആ ഒരു സക്സസ് മെയിനായിട്ട് വെച്ച് അതൊരു കംബാക്ക് ആയിട്ട് കാണിച്ചതിന് ശേഷമായിരിക്കും ലോകേഷിൻ്റെ എൻട്രി. അതായിരിക്കും കൈദി 2. ഇന്ന് LCU എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന പല ടീംസും നേരെ തിരിച്ചതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ഇടും. ബെൻസ് എന്ന സിനിമ ഇറങ്ങുന്ന സമയത്തും ലോകേഷിന് LCU കുറിച്ച് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ബെൻസ് എന്ന സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. അപ്പോൾ അത് സിനിമ വന്നാലേ അറിയാൻ പറ്റൂ. LCU എന്ന് പറയുന്ന ആ ഒരു ടാഗ് കുറച്ച് നാളത്തേക്ക് ലോകേഷ് ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ചല്ലുമായിട്ടുള്ള സിനിമ കഴിഞ്ഞിട്ടായിരിക്കും ലോകേഷിൻ്റെ അല്ലെങ്കിൽ റിയൽ ലോക്കി ബ്രില്യൻസ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ കൂട്ടുക. ഇതിൻ്റെ പാർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലോകേഷിൻ്റെ LCU ഷോർട്ട് ഫിലിമിൻ്റെ കേസ് എന്തായി, അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെയൊക്കെ നമുക്ക് പറയാനുണ്ട്. ഏതായിരുന്നു റൈറ്റ് ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾ പറയാം. ഇതിൻ്റെ വരും പാർട്ടുകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ. ബൈ.